വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം ഡിസംബർ 31 അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യക്ഷവും പരോക്ഷവുമായി 150ഓളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത്. എന്നാൽ പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്രഷറിന്റെ പ്രവർത്തനം ജനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന നാടിന്റെ ആവശ്യം ഗൗരവമുള്ളതാണ്. ഇതിനായി സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സമരസമിതിയും ഉടമയും നിരന്തരം നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന നിലയ്ക്കാണ് നാട്ടിലെ മധ്യസ്ഥർ എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിന്റെ ഭാഗമായി ക്രഷറിന്റെ പ്രവർത്തനം 2025 ഡിസംബറിൽ നിർത്തുമെന്നും തുടർന്ന് 1 മാസം യൂണിറ്റിലെ സാധനങ്ങൾ നീക്കുവാനുള്ള സാവകാശം യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടതായും നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കഴുങ്ങിൽ മജീദ്, വട്ടംകുളം പഞ്ചായത്ത് അംഗം അസൈനാർ, കുണ്ടൂർമൽ ഷാജി, കുട്ടൻ, എണ്ണായിൽ ബഷീർ, MK ഹൈദർ, PV ഇബ്രാഹിം എന്ന കുഞ്ഞിപ്പ, MK അലി പർവതാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം നെല്ലിശ്ശേരി ഷാലിമാർ മെറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചെറിയ വിഷയമാണ്. നാട്ടുകാർ പരസ്പരം വഴിചാരി മുന്നോട്ട് പോകാതെ ഒന്നിച്ചു പോകേണ്ട ഒരു കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഷാലിമാർ കമ്പനി അതാത് കാലങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് അവർ നമ്മോട് കമ്പനി ഞങ്ങൾ ഒഴിവാക്കുകയാണ്, ആളുകൾക്ക് പ്രയാസമുണ്ട് നമുക്കറിയാം, ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ ഈ നമ്മുടെ കൂടെ വന്ന ആളുകൾ ഉൾപ്പെടെ നമ്മളെ കുട്ടികൾ പറഞ്ഞു വെള്ളയും കൂടെ കുറച്ച് നേരത്തെ നിർത്തണം എന്ന് പറഞ്ഞൊരു സമരസമിതിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി പരിസരവാസികൾ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പരിസരവാസികൾ ഒന്നിച്ച് കൂടുകയും സമരസമിതി എന്ന് പറഞ്ഞ് ഒരു ടീം വന്നപ്പോൾ ആ ടീമിനെ അവിടെ അഭിപ്രായം കൂടി കേട്ട് 2-3 തവണ ഇരുന്ന് ഫൈനൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുണ്ടുർമൽ ബാപ്പു സാഹിബിൻ്റെ മകൻ ഷാജിയുടെ ഇക്ബാലിൻ്റെ വീട്ടിൽ വെച്ച് മധ്യസ്ഥ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം. അപ്പോൾ അതിൽ അന്ന് ഈ സമരസമിതി അംഗങ്ങൾ എന്ന് പറയുന്ന അവരുടെ മക്കളും അവരുടെ രക്ഷിതാക്കളും ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളൊക്കെ, അപ്പം അന്ന് ഞങ്ങളെടുത്ത തീരുമാനപ്രകാരം ഈ രക്ഷിതാക്കൾ എടുത്ത തീരുമാനം മക്കൾ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി 19 അംഗങ്ങൾ കൂടിയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള 19 പേര് കൂടിയിട്ട് തീരുമാനമെടുത്ത് പിരിഞ്ഞ് അത് സമരം വിജയിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ മക്കൾ നമുക്കൊരു യാതൊരു പരാതിയില്ല, ഒക്കെ പരസ്പരം അംഗീകരിച്ചു പോയി. അതിനുശേഷം പിന്നീട് അതിൻ്റെ പിന്നിൽ വേറെ ചില ആളുകൾ കൂടി അത് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും സമരവുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ അതും നേരെ ചുവ പൂരാന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ലെറ്റർ മതി, തീർന്നതിൻ്റെ ഒരു ലെറ്റർ നമുക്ക് തന്നാൽ മതി, എന്നാൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതും കൊടുത്തു. ഇപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നമ്മുടെ ഇതിൽപ്പെടാത്ത ആളുകൾ, പരിസരവാസികളല്ലാത്ത കുറേ അകലെയുള്ള ആളുകൾ വന്ന് വാർത്താ സമ്മേളനം നടത്തി. അതിൽ ഈ അംഗങ്ങളെ മുഴുവൻ ഒന്നും അറിയാതെ കുട്ടികളെ പോലെ വന്നിരുന്നു, അതിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതേ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വാർത്താ സമ്മേളനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഏകദേശം പരിസരവാസികളായ 100ഓളം കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്നിരുന്ന് അവിടെ തീരുമാനിച്ച് അവിടെ 4-5 പേര് വാർത്താ സമ്മേളനം നടത്തി അത് വിശദീകരിച്ച് പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. കമ്പനി അതിൻ്റെ ഏകദേശം 2025 ഡിസംബർ 30 പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പോകാമെന്ന് പരസ്പരം എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. അതിൻ്റെയാണ് പിന്നീട് നമ്മുടെ ഇത് കമ്പനി പോയാലും നമ്മുടെ ഇടയിൽ ഒരു മുറിവേൽക്കുന്ന രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ രംഗത്ത് വന്നു. അതുകൊണ്ടാണ് അതെല്ലാവരും കൂടി ഇപ്പോൾ ഈ ടീമൊക്കെ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവരുത്. വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് അത് പറയേണ്ട ഒരു ആവശ്യം. ഇതിൽ ഞങ്ങൾ ഇടപെടുന്നതിൻ്റെ തൊട്ട് മുന്നേ 1-2 സിറ്റിംഗ് അവർ നിയാസുമായി സംസാരിക്കലുണ്ടായി. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വളരെ വ്യക്തമായി സമരസമിതി പ്രതിനിധികളുമായി ഞങ്ങൾ സംസാരിക്കുകയും കമ്പനി പ്രതിനിധികളുമായി ഞങ്ങൾ സംസാരിക്കുകയും ഉണ്ടായി. ഒരു വീട്ടിലേക്ക് ഞങ്ങൾ സിറ്റിങ്ങിന് പക്ഷേ ക്ഷണിക്കുകയാണ്. അന്ന് കമ്പനിയുടെ നിലപാട്, കമ്പനി മുന്നേ എടുത്ത നിലപാടാണ് 2026 ഒക്ടോബറിൽ കമ്പനി അടച്ചുപൂട്ടുന്നുള്ളത്. ഈ സമരസമിതി രൂപീകരിക്കുന്നതിൻ്റെ എത്രയോ മുമ്പെടുത്തൊരു തീരുമാനമാണ്. അത് രേഖാമൂലം കമ്പനിയുടെ സ്റ്റാഫുകൾക്കൊക്കെ അവർ അറിയിക്കുകയും പരിസരവാസികളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാസങ്ങൾക്ക് മുമ്പുണ്ടായ തീരുമാനമാണ്. അത് എത്രയോ ശേഷമാണ് ഈ സമരസമിതി രൂപീകരിക്കലും എത്രയും പെട്ടെന്ന് കമ്പനി അടച്ചുപൂട്ടുന്നുള്ള തീരുമാനം എടുക്കലും സമരത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് 2 കൂട്ടരും സംസാരിച്ച് നമ്മളൊരു വേദി ഉണ്ടാക്കി
5 ആളാണ് സമരസമിതിയുടെ പ്രതിനിധിയായിട്ട് നമ്മൾ മുന്നിൽ വന്നത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന കുഞ്ഞിപ്പക്ക എന്ന ഇബ്രാഹിക്ക ഷാലിമാറിൻ്റെ പ്രതിനിധി. അപ്പോൾ അവർ നിൽക്കുന്നത് കമ്പനി എടുത്ത തീരുമാനം ഒക്ടോബർ 30-ാം തീയതി 2026 പൂട്ടാണെന്നും 2025 സ്റ്റാർട്ടിങ്ങോട് കൂടി പൂട്ടണമെന്ന് സമരസമിതി. രണ്ട് വിഭാഗത്തും ഞങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ച് ഒരു പ്രശ്നങ്ങളില്ലാതെ തീരുമാനത്തിലെത്തണമെന്ന് സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി 2026 അധ്യയന വർഷം ലാസ്റ്റ് മാർച്ച് 30-ാം തീയതി കൂടി കൂട്ടാം. അവർ 5-8 മാസം പിന്നാക്കിറങ്ങി. അതുപോലെ തന്നെ സമരസമിതി 2025 ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നുള്ളത് ആദ്യം 2025 ജൂൺ വരെ എന്ന് പറഞ്ഞു, പിന്നെ 2025 ഒക്ടോബർ വരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടു കൂട്ടരും കൂടി വെറും 5 മാസത്തെ അകലാണുള്ളത്. യാതൊരു പ്രശ്നങ്ങളോടെ ഉണ്ടായിട്ട് വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ച് ഈ 2 ഡേറ്റും 2 കൂട്ടരും ഉറച്ചു നിന്ന്. അപ്പോൾ മധ്യസ്ഥരെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിനോടുകൂടി നമ്മൾ ചർച്ച അവസാനിക്കരുത്, നമുക്ക് നല്ല നിലക്കരുത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് മീഡിയേറ്ററായ ഞങ്ങളൊരു ഡേറ്റ് വെക്കുകയാണ്. അത് നിങ്ങൾ ആലോചിച്ച് 2 ദിവസം കഴിഞ്ഞ് തീരുമാനങ്ങൾ അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ വെച്ചൊരു ഡേറ്റാണ് 2025 ഡിസംബറോട് കൂടി കമ്പനി കൂട്ടാന്നുള്ള ഒരു ഡേറ്റ് ഞങ്ങളാണ് പറഞ്ഞത്. 2 കൂട്ടരും ഏറെക്കുറെ അതിന് ഞങ്ങൾക്ക് സമ്മതം തന്ന്, നിയാസും സമ്മതം തന്ന്, അതുപോലെ തന്നെ സമരസമിതി സമ്മതം തന്ന്. സമരസമിതി ആ സമയത്ത് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വെച്ചു, ഇനി ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ആരും വിളിക്കരുത്. ഞങ്ങൾക്ക് യെസ് ഓർ നോ എന്നൊരു ഉത്തരമാണ് വേണ്ടത്. 2025 കമ്പനി പൂട്ടോ പൂട്ടില്ലേ, ഈ ഒരു ആൻസറാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു കാരണവശാലും ഒരു ഡേറ്റ് മാറ്റി ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിക്കരുത്. ഓക്കെ എന്ന് നമ്മൾ അവർക്ക് ഉറപ്പും കൊടുത്തു. ഞങ്ങൾ നിരന്തരം നിയാസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നിയാസും നമുക്ക് ഏറെക്കുറെ ഒരു ഉറപ്പ് തന്നു. ആ ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ആ പരിസരത്തുള്ള ഒരു 5 ആളെ വിളിച്ച് ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ നിയാസ് പറഞ്ഞ് 10-40 വർഷമായിട്ടുള്ളൊരു കമ്പനിയാണ്. കാരണം ഇതൊക്കെ രേഖാമൂലം സ്റ്റാഫുകൾക്ക് ഒരുപാട് ലോറി ഡ്രൈവർമാർ, ഒരുപാട് ഓഫീസ് സ്റ്റാഫുകൾ, ട്രഷറി കോറിയിൽ ഒരുപാട് സ്റ്റാഫുകൾ, ഇവർക്ക് നമ്മൾ ആദ്യം ഡേറ്റ് കൊടുത്ത്, പിന്നെ നിങ്ങൾ മധ്യസ്ഥന്മാരൊക്കെ പറഞ്ഞ നിലക്ക് മാർച്ച് 30 എന്നുള്ള ഡേറ്റ് കൊടുത്ത്, ഇനിയും അവർ പറയുന്ന ചില പ്രയാസങ്ങളുണ്ട്, എന്നിരുന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊന്നുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിക്കണം എന്ന വേദിയിലാണ് നിയാസ് പറഞ്ഞത്, ഒരുപാട് എന്നെ സഹായിച്ച, പ്രയാസം അനുഭവിച്ച സഹായിച്ച ഒരുപാട് അയൽവാസികൾ അടുത്തുണ്ട്. ഞാനൊരു പ്രഖ്യാപനം ഇവിടെ നല്ല നിലക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. ആ നമ്മൾ കൂടുന്ന വേദിയിൽ ആ പരിസരത്തുള്ള എല്ലാവരും എനിക്ക് ക്ഷണിക്കാനൊരു അനുവാദം തരണം എന്ന് പറഞ്ഞു. അതിനെന്താ പ്രശ്നങ്ങൾ, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ഷണിക്കാം. അപ്പം നമ്മൾ ആ വേദിയിലേക്ക് സമരസമിതിയെ ക്ഷണിച്ചില്ല എന്നാണ് ഇപ്പോൾ കാര്യമായിട്ടൊരു ആരോപണം. സമരസമിതിയെ ക്ഷണിക്കാതിരിക്കാനുള്ള കാരണം അവർ നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ വിളിക്കരുത്, ഞങ്ങൾ ആ ഡേറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു മാറ്റുള്ള ചർച്ചകൾ വിളിക്കുന്നത് ഒക്കെ ഞങ്ങൾ വിളിക്കുന്നില്ല. അങ്ങനെ തീരുമാനത്തിൽ ആ പരിസരത്തുള്ള 19ഓളം ആളുകൾ 19ഓളം ആൾ ആ മീറ്റിങ്ങിലുണ്ടായി. അതാരും അവർ പറയുന്ന പോലെ നിഷ്കളങ്കരായ രക്ഷിതാക്കൾ മാത്രമല്ല, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, മുൻ മഹല്ല് സെക്രട്ടറി, ഇപ്പോഴത്തെ മഹല്ല് സെക്രട്ടറി, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നേതാക്കൾ, പല മതത്തിലുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരും അതിലുണ്ടായിരുന്നു. 19 ആളുകൾ. അവിടെ ആ മീറ്റിംഗിൽ നിന്ന് നമ്മൾ കയറി നമ്മൾ സംസാരിക്കുന്നത് വരെ നമ്മളെ മുന്നിൽ ഒറ്റ ഡേറ്റേ ഉള്ളൂ, 2025 ഡിസംബർ. അത് വളരെ ശക്തമായി കമ്പനി പ്രതിനിധിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഡേറ്റ് മാറ്റി പറയരുത്. അങ്ങനെ ആ മീറ്റിങ്ങിൽ എല്ലാവരുമുള്ള വേദിയിൽ വളരെ വ്യക്തമായി ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു. ഈ 2025 എന്ന ഡേറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം, ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാവരുത്, നമുക്ക് നല്ല നിലക്ക് പിരിയണം. ഈ നിയാസ് അടക്കം കമ്പനി എല്ലാവരും അതിന് അംഗീകാരം തന്നു. ലാസ്റ്റ് നമ്മൾ നിയാസിനോട് അതിൻ്റെ ഒരു മറുപടി പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിയാസിനെ ക്ഷണിക്കുകയാണ്. നിയാസ് പ്രസംഗത്തിൽ പറഞ്ഞ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ, സമരസമിതി ആവശ്യപ്പെട്ടതുപോലെ, നിങ്ങളുടെ നാട്ടുകാരായ അയൽവാസികൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഈ 2025 ഡിസംബർ ഇത് പൂട്ടാൻ തയ്യാറാണ്. പിന്നെ മൂപ്പറാണ് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് സാധനങ്ങൾ 2025 ഡിസംബർ 31 വരുന്നത് കംപ്ലീറ്റ് നിർത്തും. അവിടെ ബാക്കി ഒരു സാധനവും ഞാൻ അടുക്കി അവിടെ ഡംപ് ചെയ്യില്ല. ബാക്കി വരുന്ന സാധനങ്ങൾ പൊടിക്കാനും, അവിടെ ഒരുപാട് കരിങ്കല്ല് മതിലുകളുണ്ട്, അത് പൊടിക്കാനും എനിക്ക് കൊണ്ടുപോകാനും 1 മാസത്തെ സമയം അനുവദിച്ചു കൂടെ എന്ന് ചോദിച്ചു. ഒരേ 1 മാസമാണ് ചോദിച്ചത്. ഈ ചോദിച്ച സമയത്ത് ഈ 19 ആളിൽ ഒരാൾ പോലും അതിന് എതിർപ്പ് പറഞ്ഞില്ല. എല്ലാവരും കൂടി ഐക്യകണ്ഠേന 2026 ജനുവരി 31-ാം തീയതി കമ്പനി പൂട്ടാൻ തീരുമാനിക്കുകയാണുണ്ടായത്. അത് അങ്ങനത്തെ ഒരു വേദിയിൽ ആരെങ്കിലും ഒരാളെ എതിർക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. പക്ഷെ ഇത്രയും വർഷമായ കമ്പനി ആകെ നമ്മളോട് ഈ വേദിയിൽ ആവശ്യപ്പെട്ടത് 1 മാസമാണ്. അതും കമ്പനിയിലേക്ക് സാധനം കൊണ്ടുവരില്ല, അവിടെയുള്ള സാധനങ്ങൾ പൊടിച്ച് പുറത്ത് കൊണ്ടുപോകാനുള്ള സമയമാണ് ചോദിച്ചത്.